അസ്സലാമു അലൈക്കും. പ്രിയമുള്ള മോമിനാത്തുകളെ, എൻ്റെ നമസ്തേ. യൂട്യൂബ് കൂടെ ഞാൻ വിട്ട മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ വിട്ട എന്തെങ്കിലും ഇതിനെപ്പറ്റി ആർക്കെങ്കിലും വല്ല ആലോചനയുണ്ടെങ്കിൽ അത് സ്വയം ക്ഷമിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ ഭാഗത്തുള്ള എൻ്റെ നാട്ടിലാണ് ഇപ്പോൾ പൂരം നടന്നത്, മച്ചാട് മാമാങ്കം. അപ്പോൾ വളരെ യൂട്യൂബറായിട്ട് ഞാനേ ഉള്ളൂ. ആയതുകൊണ്ട് കുറച്ച് പൂരത്തിൻ്റെ പരിപാടി വിട്ടിരുന്നു. അതുകൊണ്ട് ആർക്കെങ്കിലും മനസ്സിൽ വല്ല വിഷമം തോന്നുന്നുണ്ടെങ്കിൽ അത് സദരം എടുത്തു കളയണമെന്ന് ദീനിൻ്റെ പേരിൽ അപേക്ഷിക്കുന്നു. കാരണം മതസൗഹാർദ്ദമാണ് മനുഷ്യനെ നന്നാക്കുന്നത്. മതസൗഹാർദ്ദമില്ലെങ്കിൽ മനുഷ്യൻ കേടുവന്ന് പോവുകയുള്ളൂ. അതിൻ്റെ പേരിൽ എല്ലാവരും ക്ഷമിക്കണമെന്ന് വിനീതമായി താഴ്മയോടുകൂടി അഭ്യർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. അതിനോടുകൂടി ഇതിൽ റംസാൻ പ്രോഗ്രാമിൻ്റെ പരിപാടി ചിലത് വരുന്നുണ്ട്. അത് യൂട്യൂബ് കൂടെ ഞാൻ കയറ്റി വിടുന്നുണ്ട്. അത് വിടുന്ന ആർക്കെങ്കിലും അതിന് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് പ്രകാരം അത് അയക്കാതിരിക്കുക. നല്ലതാണ്, ഈമാനുള്ളതാണ്, മുഅ്മിനീങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമാകുന്നത് കൊണ്ടാണ് ഞാൻ അത് യൂട്യൂബ് കൂടെ കയറ്റി വിടുന്നത്. അതിന് എതിരഭിപ്രായമുള്ളവർ ആരും എൻ്റെ വാട്സപ്പിൽ അത് അയക്കാതിരിക്കുക. അത് അല്ല, ഞാൻ അയച്ചത് സന്തോഷമായി സ്വീകരിക്കുകയാണെങ്കിൽ ഇനിയും നിങ്ങൾ അയക്കുന്നത് ഞാൻ യൂട്യൂബ് കൂടെ വിടുന്നതായിരിക്കും നല്ലത് മാത്രം. അല്ലാത്തത് അപ്പോൾ തന്നെ കണ്ട് അവസാനിപ്പിക്കുന്നതായിരിക്കും എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതേപോലെ തന്നെ റജബ് കഴിഞ്ഞു, ശഅബാൻ കഴിയാൻ പോവാണ്. അടുത്ത റംസാനാണ്. റജബ് മാസത്തിൽ വിത്ത് ശേഖരിക്കുകയും ശഅബാനിൽ വിത്തിറക്കുകയും റംസാനിൽ വിത്ത് കൊയ്തെടുക്കുകയുമാണ് വേണ്ടത്. ആ സമയമാണ് ശഅബാൻ 21 വെള്ളിയാഴ്ച രാവാണെന്ന്. ആയതുകൊണ്ട് നമ്മൾ പല തെറ്റുകുറ്റങ്ങൾ ചെയ്ത് പോയിട്ടുള്ളവരാണ്. അള്ളാഹുവിൻ്റെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് തൗബ ചൊല്ലി മടങ്ങുക. ആയതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹിൽ അദീം എന്നും സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീറും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ദിക്റുകളും അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്റുകളും കഴിയുന്നതും ചൊല്ലിക്കൊണ്ട് അവരാവർ ചെയ്ത പാപത്തിനെ അള്ളാഹുവിനോട് പൊറുക്കലിന് തേടുകയും ഇനി ഒരു പാവവും മരണം വരെ ചെയ്യില്ല എന്ന് ഈമാൻ ഉറപ്പിച്ചുകൊണ്ട് തൗബ ചൊല്ലിക്കൊണ്ട് ഈമാൻ നിലനിർത്തുകയും അതിനോടുകൂടി ആരെങ്കിലും 1,00,000 ഖുൽ ഹുവല്ലാഹു സൂറത്ത് തൗബ ചൊല്ലിയതിൻ്റെ ശേഷം ചൊല്ലുകയാണെങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറയിൽ ഒരു കിരീടം തരുന്നതായിരിക്കും എന്നുള്ള സത്യം ഞാൻ നിങ്ങളെ അറിയിക്കുന്നതോടുകൂടി റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വലാത്തിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. പലിശ, വ്യഭിചാരം, ചതി, വഞ്ചന, ഷൈത്താൻ, അക്കടപാട് തിന്നൽ, അപകരിച്ച് തിന്നൽ, ഇതൊന്നും ഇല്ലാതെ കണ്ടുകൊണ്ട് ചെല്ലുന്ന ഇബാദത്തിനെ അള്ളാഹു നമുക്ക് നിലനിർത്തി തരികയും നാളെ മഹ്ശറയിൽ അത് ഗുണം ചെയ്യുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ റജബ് ശഅബാൻ മാസം ലാസ്റ്റ് അടുത്ത വ്യാഴാഴ്ചയാണ്, 21 വ്യാഴാഴ്ച എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരുവാനുള്ള ആകെ ഒരു ഇരുമ്പിൻ്റെ കാര്യം ഇതാണ്. അതുകൊണ്ട് എല്ലാവരും മുഅ്മിനാത്തുകൾ അയൽക്കൂട്ടത്തിലുള്ളവർ പെങ്ങന്മാർ, അഷ്ണജന്മാർ ആരൊക്കെ ഉണ്ടെങ്കിൽ അതിന് പൂർണ്ണമായും ആ പലിശ ഒഴിവാക്കിക്കൊണ്ട് ഈമാനെ നിലനിർത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. കാരണം മക്കത്ത് മദീനത്തും പോകണമെന്ന് ആഗ്രഹമുള്ള പെങ്ങന്മാർ പ്രത്യേകമായി അയൽക്കൂട്ടത്തിലെ പലിശ ഇടപാട് പൂർണ്ണമായി ഒഴിവാക്കണം. അതേപോലെ ഒരാളും പലിശ 100 രൂപ കൊടുത്ത് 10 രൂപ പലിശ വാങ്ങിച്ച് തിന്നുന്ന കൂട്ടത്തിലുള്ളതെല്ലാം ഒഴിവാക്കുകയും പലിശ കൊടുക്കുന്ന കാര്യം ഒഴിവാക്കണം. ഏതെല്ലാം രൂപത്തിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട് അതിനെല്ലാം അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോണ അക്കടപാടില്ലാത്ത രൂപത്തിൽ റൂഹിനെ പിടിക്കണേ എന്ന് അള്ളാഹുവിനോട് സദാസമയം ദുആ ചെയ്യണമെന്ന് ഈ പാവിയായ ഇളയവനായ എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.
അപേക്ഷിക്കുന്നു. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ-റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ മിൻ ശർരി ഹാസിദിൻ. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം ഖുൽ അഊദു ബിന്നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. പടച്ചവനെ അർഹമുറാഹിമായ രക്ഷകനേ, റഹ്മാനുർ-റഹീമുമായ റബ്ബേ, ഈ പറഞ്ഞതിലും വല്ല തെറ്റുകുറ്റങ്ങളും എല്ലാം തിരുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അർശലേക്കാണ് തന്നിരിക്കുന്നത്. റബ്ബേ, ഈ ദിവസത്തെ നീയൊക്കെ അവർക്കത്തുകൊണ്ട് സമയത്തിൻ്റെ ഒക്കെ അവർക്കത്തുകൊണ്ട് അള്ളാഹു വെള്ളിയാഴ്ച രാവാണ്. അള്ളാഹുവിലേക്ക് കൈവറ്റിയ കൈകൾ അള്ളാഹുവെ ഹക്കായ ഉത്തരം നൽകണേ അള്ളാ. അള്ളാഹുവെ അർഹമുറാഹിമായ റബ്ബേ, ഫലസ്തീൻ മക്കളെ രക്ഷപ്പെടുത്തണേ അള്ളാ. അള്ളാഹുവെ അർഹമുറാഹിമായ റബ്ബേ, ഭാവികളായ ഞങ്ങളെ കാത്തു രക്ഷിക്കണേയുമോ. ഒരുപാട് രോഗം കൊണ്ട് അറിയുന്ന മൂനാത്തുകളാണ് രോഗങ്ങൾ തരുന്നത്. അള്ളാഹുവാണ് രോഗത്തിന് ശിവ നൽകണേയുമോ. അള്ളാഹുവെ രോഗത്തിന് ശിവ നൽകണേയുമോ. അള്ളാഹുവേ, യാതൊരു കാരണവശാലും ഞങ്ങളുടെ ശരീരത്തിൽ അള്ളാഹുവെ രൂപറക്കിക്കൊണ്ടുള്ള പരീക്ഷണം നടത്തല്ലേ അല്ലോ. അള്ളാഹുവേ, ശ്വാസകോശത്തിൻ്റെ ഇതും കൂടി മൂത്രത്തിൻ്റെ എല്ലാത്തിനും രൂപറക്കിക്കൊണ്ടുള്ള ഒരു പരീക്ഷണം ഞങ്ങൾക്ക് തരല്ലേ അല്ലോ. അള്ളാഹുവേ, ഞങ്ങളുടെ ശരീരം കീറി മുറിച്ചുകൊണ്ട് രൂപറക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് ആർക്കും വരുത്തല്ലേ അല്ലോ. അള്ളാഹുവേ, ഇതേപോലെ രൂപറക്കിക്കൊണ്ട് കിടക്കുന്നവരുടെ ആ രോഗത്തിന് നിലനിർത്തി കൊടുക്കണേയുള്ളൂ. രൂപനെ മാറ്റിക്കൊണ്ട് അവർക്ക് പൂർണ്ണാരോഗ്യം നിലനിർത്തി കൊടുക്കണേയുള്ളൂ. അള്ളാഹുവെ, ക്യാൻസർ രോഗം കൊണ്ടറിയുന്നവരുണ്ട്. റബ്ബി, അവരുടെ ക്യാൻസർ രോഗത്തിന് ശിവ നൽകണേയുള്ളൂ. അള്ളാഹുവെ, കിഡ്നിയുടെ അസുഖം കൊണ്ടും പ്രഷർ കൊണ്ടും ഷുഗർ കൊണ്ടും പ്രമേഹം കൊണ്ടും പുറത്ത് പറയാൻ പറ്റാത്ത മാറിയ വ്യാധി രോഗങ്ങൾ കൊണ്ട് കഴിയുന്നു മകന്മാർ, അച്ഛനഞ്ചന്മാർ, പിഞ്ചുമക്കളുണ്ട്. റബ്ബി, അവർക്കെല്ലാവർക്കും മാസത്തിൻ്റെ ഒക്കെ അവർക്കറ്റുകൊണ്ടുള്ള ശിവ നൽകണേയുള്ള ആരോഗ്യം നൽകണേയുള്ള. അള്ളാഹുയെ നാട് വിട്ടുകൊണ്ട് പോയിക്കൊണ്ട് നാട് വിട്ടുപോയി ഗൾഫിലെ ജോലി ചെയ്യുന്നവരുണ്ട്. റബ്ബി, അവർക്ക് ദീർഘായുസ്സ് നൽകണേയുള്ള, അവർക്ക് റാഹത്തായ പണി നൽകണേയുള്ള. പണിയില്ലാത്തവർക്ക് റഹ്മാൻ്റെ ഒക്കെ അവർക്കെത്തുണ്ട് റാഹത്തായ പണി നൽകണേയുള്ള. അള്ളാഹുയെ, കുടുംബമാരെയും മക്കളെയും മകന്മാരെ അച്ഛനച്ഛന്മാരെ പോറ്റുവാൻ വേണ്ടി പോയവരാണ്. റബ്ബി, അവർക്ക് റാഹത്തായ ജോലിയെ നിലനിർത്തി കൊടുക്കണേയുള്ളൂ. അവരെ ആപത്തുകളിൽ നിന്ന് കാത്തു രക്ഷിക്കണേയുള്ളൂ. അവരെയും ഞങ്ങളെയും ആപത്തുകളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് ദുർമരണങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കണേയുള്ളൂ. അള്ളാഹുവെ, ചോദിക്കാൻ കഴിവുള്ളവനെല്ലാം അവിടുത്തെ അടിമയാണ് ചോദിക്കുന്നത്. റബ്ബി, ഹക്കായ ചോദ്യമാണ്, ഉത്തരം നൽകണേയുള്ളൂ. അള്ളാഹുവേ, പാപികളായ ഞങ്ങളെ രക്ഷപ്പെടുത്തണേയുള്ളൂ. അള്ളാഹുവേ, അമേരിക്ക തീ കൊണ്ട് പരീക്ഷിച്ചു, വെള്ളം കൊണ്ട് പരീക്ഷിച്ചു, എണ്ണ കാറ്റുകൊണ്ടും പരീക്ഷിച്ചു, എന്നിട്ടും പാഠം പഠിക്കുന്നില്ല. അള്ളാഹുവേ, ഇസ്രായേലിനെ വലിയ രൂപത്തിൽ പരീക്ഷിച്ചു. അള്ളാഹുവേ, ഇവർക്ക് നല്ല ബുദ്ധി കൊടുത്തുകൊണ്ട് സൗഹാർദ്ദത്തോട് നീങ്ങുവാനുള്ള നല്ല സ്വഭാവം നല്ല ബുദ്ധിയും കൊടുക്കണേയുള്ളൂ. വെള്ളം കൊണ്ടും തീ കൊണ്ടും അള്ളാഹുവെ കാറ്റുകൊണ്ടും പരീക്ഷിക്കുന്ന റഹ്മാനുമായ റബ്ബി, അവർക്ക് നല്ല ബുദ്ധിയെ കൊടുക്കണേയുള്ളൂ. അള്ളാഹുവേ, അതേപോലെ തന്നെ അള്ളാഹുവെ, യമനിൽ നിമിഷപ്രിയായി എന്ന് സ്ത്രീ അവിടെ ജയിലിൽ കിടക്കുന്നുണ്ട്. അതിൻ്റെ മോചനം റാഹത്താക്കി കൊടുക്കണേയുള്ളൂ. സൗദിയിൽ അബ്ദുറഹ്മാൻ എന്ന അവർക്ക് വേറൊരു സ്ത്രീയുടെ കാര്യം കൂടി മറിഞ്ഞു. അവർക്ക് നിർമ്മാണമായിട്ട് അവർക്ക് മോചനം കൊടുക്കണേയുള്ളൂ. മൂന്നും കുല കുറ്റത്തിന് മദർശക്ക് കിടക്കുന്നവരാണ്. റബ്ബി, അവർക്ക് മോചനം നൽകണേയുള്ളൂ. അവരെ മോചിപ്പിക്കണേയുള്ളൂ. അള്ളാഹുവേ, നിമിഷപ്രിയ എന്ന് പറയുന്നത് തന്നെ ചെയ്തു പോയ വിചാര കുറ്റത്തിന് മൈന് സഹിക്കാൻ വയ്യാതെ കണ്ടുകൊണ്ട് ചെയ്തു പോയ കുറ്റമാണ്. റബ്ബി, പുറക്കാൻ കഴിവുള്ള അള്ളാഹുവിനാലും അള്ളാഹു പുറത്തെങ്കിലും പുറത്ത് മാപ്പാക്കി
കൊടുത്തു അതിനെ നാടെത്തിക്കണേയുമോ, ആരോഗ്യം നിലനിർത്തണേയുമോ. അള്ളാഹുവിനെ രക്ഷപ്പെടുത്താനുള്ള ഭരണാധികാരികളെ അറിയിപ്പിച്ചും കൊണ്ട് അതിനെ രക്ഷപ്പെടുത്തണേയുമോ. റഹീമായ റബ്ബേ, അതിൻ്റെ കൂടെയുള്ളവർ രണ്ടാളും ഇന്ന് ഭൂമിയിൽ വലസ്യം കൊണ്ട് നടക്കുക. വിജയനാറ്റും കൂടുതൽ തെറ്റി കുറ്റങ്ങൾ ചെയ്തവർ രണ്ടാളും കൂടിയുണ്ട്. അവർ പുറത്തിറങ്ങിക്കൊണ്ട് വലസ്യം നടക്കുക എന്ന് അള്ളാഹുവേ, അതിൽ കൂട്ടുകൂടിയ തെറ്റിന് വേണ്ടി വധശിക്ഷക്ക് കിടക്കുന്ന നിമിഷപ്രിയക്ക് അള്ളാഹുവെ മോചനം കൊടുക്കണേയുമോ, ആരോഗ്യം നിലനിർത്തി കൊടുക്കണേയുമോ, ആഫിയത്ത് നൽകണേയുമോ. അള്ളാഹുവേ, ഇനി അള്ളാഹുവേ അമേരിക്ക ലോകത്തിൻ്റെ പോലീസാണ്. ലോകത്തിൻ്റെ പോലീസിൻ്റെ നേതാവ് അള്ളാഹുവാണല്ലോ. അള്ളാഹുവെ, അവർക്ക് അറിയുന്നില്ല ഇനി കാറ്റും തീയും വെള്ളവും ഒരുമിച്ച് പിടിക്കുമെന്നുള്ള വിവരം അവർക്ക് അറിയുന്നില്ല. പല രൂപത്തിലും അള്ളാഹു അവർക്ക് പരീക്ഷണം കൊടുത്തു. അള്ളാഹുവേ, എന്നിട്ടും പഠിക്കാത്തവരാണ് റബ്ബേ. അവിടെ കുറേ പാവപ്പെട്ട ഉമ്മത്തിങ്ങളുണ്ട് റബ്ബേ, കാക്കണമല്ലോ. അള്ളാഹുവേ, ഭരണത്തിൻ്റെ മോഹം കൊണ്ട് ചെയ്തു കൂട്ടുന്ന തെറ്റുകൾക്ക് ഉമ്മത്തിങ്ങളിൽ ശിക്ഷിക്കപ്പെടുകയാണ് റബ്ബേ. കാത്ത് രക്ഷിക്കണേയുമോ. ഇസ്രായേലിനും രൂപത്തിൽ പരീക്ഷണം കൊടുത്തു റബ്ബേ, എന്നിട്ടും മനസ്സിലായിട്ടില്ല റബ്ബേ. അള്ളാഹുവെ, പലസ്തീൻ എന്ന് പറയുന്ന മുസ്ലിം മാത്രമല്ല, അവിടെ പല ജാതിക്കാരും ജീവിക്കുന്നവരാണ്. അള്ളാഹുവെ, അവിടെ മനുഷ്യരാണ്. അള്ളാഹുവെ, കാത്ത് രക്ഷിക്കണേയുമോ. അന്നവും വെള്ളവും മരുന്നും കൊടുക്കണേയുമോ. അള്ളാഹുവെ, ഉറങ്ങുന്ന സമയത്ത് ബോംബ് കൊണ്ട് നടുന്ന അവസ്ഥ വരുത്തല്ലേയുള്ളൂ. അത്ര ഭരണാധികാരികളെ അള്ളാഹു ഏത് രൂപത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടതെങ്കിൽ അള്ളാഹു നേരിട്ട് കൈകാര്യം ചെയ്ത് പാവങ്ങളായ ഉമ്മത്തിങ്ങളെ രക്ഷപ്പെടുത്തണേയുമോ. അള്ളാഹുവേ, അള്ളാഹുവേ, ഇവരുടെ ഭൂമിയെ കൂടെയുള്ള കാറ്റിനെ അള്ളാഹുവെ, ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് 200 മീറ്റർ മേലെ കണ്ടുകൊണ്ട് തീക്കാറ്റും കൊടുങ്കാറ്റും വീശിക്കൊണ്ട് ഒരു പറപ്പിക്കുന്ന പ്ലേറ്റുകളിലെ തളം തണ്ടിക്കണേയുമോ. അള്ളാഹുവെ, പ്ലേറ്റ് പൊന്തിയാലല്ലേ അവിടെ പോയി എനിക്ക് ബോംബിടാൻ കഴിയുള്ളൂ റബ്ബേ. അതിന് ഭൂമിയിൽ നിന്ന് 200 മീറ്റർ മേലെ ചെല്ലുന്ന ഭാഗത്ത് അള്ളാഹുവെ, കൊടുങ്കാറ്റിന് പിടിച്ചും കൊണ്ട് അവരുടെ പ്ലേറ്റിനെല്ലാം തറ പറ്റിക്കണേയുമോ. അങ്ങനെ ഉമ്മത്തിങ്ങളെ രക്ഷപ്പെടുത്തണേയുമോ. അള്ളാഹുവെ, പാപികളാണ് റബ്ബേ, അവരെ രക്ഷപ്പെടുത്തണേയുമോ. റഹ്മാനാണ് വരുന്നത് റബ്ബേ, പാപികളെ രക്ഷപ്പെടുത്തണേയുമോ. അള്ളാഹുവേ, അള്ളാഹുവിനോട് ചോദിക്കാനും പറയുവാനും കഴിവുള്ളവനല്ല. അള്ളാഹുവിൻ്റെ അടിമയാണെന്ന് ചോദിക്കുകയാണ് റബ്ബേ. അള്ളാഹുവേ, റഹ്മത്ത് ചൊരിയണേയുമോ. ഭാര്യ ഭർത്താക്കന്മാരായി പിരിഞ്ഞ് നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരും മക്കളുകളുണ്ട്. അവരെ ഒരുമിപ്പിക്കണേയുമോ. അവരെ ഒരുമിപ്പിച്ച് നല്ല രൂപത്തിൽ നീങ്ങുവാനുള്ള നല്ല ബുദ്ധി കൊടുത്തുകൊണ്ട് അവർ ഒരുമിപ്പിക്കണേയുമോ. അള്ളാഹുവേ, ഭാര്യ ഭർത്താക്കന്മാർ പിരിഞ്ഞു നിൽക്കുന്നവരുണ്ട് റബ്ബേ. അവർക്ക് നല്ലൊരു ജീവിതം, ഒരുമിച്ചുള്ളൊരു ജീവിതം നിലനിർത്തി കൊടുക്കണേയുമോ. അവരുടെ വഴി തുറക്കണേയുമോ. റഹ്മാൻ്റെ അക്കബറക്കത്ത് കൊണ്ട്, സത്യൻ്റെ അക്കബറക്കത്ത് കൊണ്ട് അള്ളാഹുവിനോട് കിട്ടിയ കൈകൾക്ക് ഉത്തരം നൽകണേയുമോ. അള്ളാഹുവെ, ഒരുപാട് മൂനാട്ടുകളും മറ്റിങ്ങൾ വ്യവരാക്കന്മാർ അള്ളാഹുവെ, മഹാമാരിൽപ്പെട്ടവർ വരെ ദുസിയത്ത് ചെയ്തവരുണ്ട് റബ്ബെ. അവരുടെയും ഞങ്ങളുടെയും ഹലാലായ ഉദ്ദേശം നിറവേറ്റിന് റബ്ബി. ആപത്തുകളിൽ നിന്ന് മാറാവ്യാധി രോഗങ്ങളിൽ നിന്ന് അവരെയും ഞങ്ങളെയും ഒരേപോലെ കത്തുരക്ഷിക്കണേയുമോ. അള്ളാഹുവെ, മരിക്കുന്ന സമയത്ത് അള്ളാഹുവെ, വയറ് നിറച്ച് 15 എന്നുകൊണ്ട് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേയുമോ. ഈമാൻ നിലനിർത്തിക്കണേയുമോ. ഈമാൻ നഷ്ടപ്പെടുത്തല്ലേയുമോ. അള്ളാഹുവേ, വാപ്പയും ഉമ്മയും ഭാര്യ മക്കളായ കൊണ്ട് തിരിഞ്ഞു നിൽക്കുന്ന ലോകത്തിൽ നിൽക്കുന്നവരുണ്ട് എങ്കിൽ അവരെല്ലാവരും ഒരുമിപ്പിക്കണേയുമോ. റമദാൻ്റെ ബറക്കത്തുകൊണ്ട്, ഈ മാസത്തിൻ്റെയും ദിവസത്തിൻ്റെയും ബറക്കത്തുകൊണ്ട് അത്തരം മക്കളെ ഒരുമിപ്പിക്കണേയുമോ. മാതാപിതാക്കളെ നോക്കുന്ന മക്കളെ കാത്തു രക്ഷിക്കണേയുമോ. അള്ളാഹുവേ, മാതാപിതാക്കളെ നോക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ടും മക്കളെ ദ്രോഹിക്കല്ലേ ഉള്ളോ. അള്ളാഹുവേ, മക്കളെ ദ്രോഹിക്കല്ലേ ഉള്ളോ. അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം ജീവിക്കാനുള്ള മാർഗം അവർക്ക് നിലനിർത്തി കൊടുക്കണേയുമോ. അവരെ മറ്റുള്ളവരുടെ കൈനീട്ടി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തല്ലേ ഉള്ളോ. അള്ളാഹുവേ, നാട്ടുകളെ രക്ഷപ്പെടുത്തണേയുമോ. അള്ളാഹുവേ, ഒരുപാട്
സ്വലാത്തുകൾ രോഗം കൊണ്ട് അടിയുന്നവരുണ്ട്, രോഗത്തിന് ശിവ നൽകണിയുമോ അള്ളാഹുയെ രോഗം കൊടുത്തവിടുന്നാണെങ്കിൽ രോഗത്തിന് ശിവ നൽകണിയുമോ ആഫിയത്ത് നൽകണിയുമോ ആരോഗ്യം നൽകണിയുമോ അള്ളാഹു റമളാനാണ് വരുന്നത്. എൻ്റെ 30 നോമ്പ് ആകുവാനും 6 നോമ്പ് നോക്കുവാനും സദഖോടുവാനും ഇതിനുള്ള ഭക്ഷണവും വസ്ത്രവും ഞങ്ങൾ അടുപ്പിച്ച് തരണീയുമോ ഹലാലായ ഭക്ഷണവും വസ്ത്രവും ഞങ്ങൾ അടുപ്പിക്കണീയുമോ ഹറാമിനെ തട്ടി മാറ്റണീയുമോ ശത്രുക്കളെ ഞങ്ങൾക്ക് മിത്രങ്ങളാക്കി തരണീയുമോ ശത്രുക്കളെ മിത്രങ്ങളാക്കണേയുമോ ശത്രുക്കളെ മിത്രങ്ങളാക്കണേയുമോ മിത്രങ്ങളാവാത്ത ശത്രുക്കളാണെങ്കിൽ അല്ലാഹുവൈറസും കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമെ അസ്റാൽ ബദരീങ്ങളെയും ബദരിൽ നിന്ന് രക്ഷപ്പെടുത്തിയതുപോലെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേയുമോ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേയുമോ അതിൽ നിന്ന് ബദരീങ്ങളെ രക്ഷപ്പെടുത്തിയതുപോലെ പാവികളായ ഉമ്മത്തികളായ ഞങ്ങളെ രക്ഷപ്പെടുത്തണേയുമോ ഈമാനെ നിലനിർത്തി തരണേയുമോ അള്ളാഹു ഈമാൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മരിക്കുന്നവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തല്ലേ ഉള്ളൂ. അക്കടപാടുള്ളവരുടെ അക്കടപാടല്ല എത്രയും പെട്ടെന്ന് വീട്ടുവാൻ അക്കടപാട് വെച്ചുകൊണ്ട് ഒരാളെയും മരിപ്പിക്കല്ലേ ഉള്ളൂ. എന്നുകൊണ്ട് ദ്വാ ചെയ്യാനോ സിയത്ത് പറഞ്ഞവരെയും എന്നെയും അള്ളാഹു കുടുംബത്തെയും അക്കടപാട് വെച്ചുകൊണ്ട് മരിപ്പിക്കല്ലേ ഉള്ളൂ. അള്ളാഹുമായ റബ്ബി ഭരിക്കുന്ന സമയത്ത് വിവാഹറസുൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമുഖം കണ്ടുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് അള്ളാഹു ഈ മരണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേയുമോ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله على سيدنا وصلى الله عليه وسلم 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 صلى الله على سيدنا يا رب صل عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم صلى الله على سيدنا محمد وعلى اهل بيته وسلم السلام عليكم يا رسول الله يا حبيب الله يا حبيبي يا رسول الله السلام عليكم يا رسول الله السلام عليكم يا الله السلام عليكم يا الله.